ആദ്യത്തെ ഭാഗത്തെ കണക്കിന്റെ പ്രത്യേകത അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ടെക്സ്റ്റ് ബുക്കിലുണ്ട് എങ്കിലും ഇത് പരീക്ഷയ്ക്ക് അങ്ങനെ ചോദിക്കാറില്ല. അതായത് ഇതുപോലത്തെ ചില കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു കാര്യം കൂടി നമുക്കൊന്ന് ക്ലിയർ ആക്കാനുണ്ട്. അതും കൂടി ക്ലിയർ ആക്കിയിട്ട് നമുക്ക് അവസാനിപ്പിക്കാൻ ചിട്ടാ. ഇതൊക്കെ പറയാവുന്ന കണക്ക് ഞാനിവിടെ പറഞ്ഞു തീർക്കാണ് കേട്ടാ. നോക്കിക്കോളൂ. മേക്ക് ദ ഫോളോയിങ് നമ്പർ സീക്വൻസ് ഫ്രം ദ സീക്വൻസ് ഓഫ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, സ്ക്വയേഴ്സ്, റെഗുലർ പെന്റഗൺ, സോ ഓൺ ഓഫ് റെഗുലർ പോളിഗൺ. നോക്കൂ, സ്ക്വയറിന്റെ, റെഗുലർ പെന്റഗന്റെ, അതുപോലെ ഏറ്റവും ആദ്യം ട്രയാങ്കിളിന്റെ, അതായത് ത്രികോണം, സമചതുരം, പിന്നെ സമപഞ്ചഭുജം, അങ്ങനെ ഓരോന്നിന്റെയും വശങ്ങളുടെ എണ്ണമാണ് ഈ എഴുതി പോയിരിക്കുന്നത്. കണ്ട, വശങ്ങൾ തന്നിട്ടുണ്ട്. ത്രികോണത്തിന്റെ 3, സ്ക്വയറിന്റെ 4, പഞ്ചഭുജത്തിന്റെ 5, അടുത്തത് ഷഡ്ഭുജം 6, പിന്നത്തെ 7, അങ്ങനെ പോകും. ഓക്കെ, ഇത് ചെയ്തിട്ടുണ്ടോ നമ്മള്? ചെയ്തിട്ടില്ല. അപ്പൊ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ ചെയ്യാതെ പോകണ്ട വെച്ചിട്ട് ചെയ്യണതാ കേട്ടാ. അപ്പൊ അതൊന്ന് നോക്കിക്കോളൂ. ഞാൻ തന്നെ ഇവിടെ ചെയ്താൽ പെട്ടെന്ന് അവസാനിപ്പിക്കാം. നോക്കുക, പറയുന്നത് ആദ്യം ത്രികോണം കേട്ടോ. ഞാനത് അതേപോലെ തന്നെ എഴുതാം. ത്രികോണം, പിന്നെ സ്ക്വയർ സമചതുരം, പിന്നെ പഞ്ചഭുജം, പിന്നെ ഷഡ്ഭുജം, ഇങ്ങനെ ഒരു 3 എണ്ണം അവർ തന്നിട്ടുണ്ട്. അപ്പൊ ആദ്യം വശങ്ങൾ, സൈഡ്സ് 3, പിന്നെ 4, 5, ഇങ്ങനെയാണ് പോണത്. ശരിയല്ലേ? പിന്നെ അടുത്തത് സം ഓഫ് ഇന്നർ ആംഗിൾസ്, ആന്തര കോണുകളുടെ തുക. അതായത് സം ഓഫ് ഇന്നർ ആംഗിൾസ്, ആന്തര കോണുകളുടെ തുക. ത്രികോണത്തിലെ 3 കോണുകളുടെ തുക എത്രയാ? 180. ശരിയല്ലേ? ഇത് 360, പിന്നെ 540, ഇങ്ങനെയല്ലേ പോണത്? ഓക്കെ. പിന്നെ നമുക്ക് തന്നിരിക്കുന്നത് ഇതാ, സം ഓഫ് ഔട്ടർ ആംഗിൾസ്. ഔട്ടർ ആംഗിൾസ് എന്ന് പറഞ്ഞാൽ പുറത്തുള്ള കോണുകളുടെ തുക. അതെന്താ ഒരു ഔട്ടർ ആംഗിൾസ്? 360, 360, 360. എല്ലാത്തിന്റെയും പുറമേ കാണുന്ന കോണുകൾ കൂട്ടിയാൽ 360, 360 വെച്ചിട്ടല്ലേ പോവാ? അതിൽ തർക്കമില്ലല്ലോ. ഓക്കെ. ഇനി വൺ ഇന്നർ ആംഗിൾ എത്രയാ? സമഭുജമാണ്. ഇതെല്ലാം റെഗുലർ പോളിഗണാണ്. ഇക്വിലാറ്ററൽ അല്ലെങ്കിൽ സമഭുജം അല്ലെങ്കിൽ റെഗുലർ, അങ്ങനെ പറയാം നമുക്ക്. അപ്പൊ 1 ഇന്നർ ആംഗിൾ, ഒരു ഉൾക്കോൺ. അപ്പൊ എത്ര വരും? സമഭുജ ത്രികോണമാണെങ്കിൽ 60, സമചതുരമാണെങ്കിൽ 90, സമപഞ്ചഭുജമാണെങ്കിൽ 108. ഇതൊക്കെ അറിയണതല്ലേ? ഇത് പഠിച്ചു വെക്കാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ. ക്ലിയർ അല്ലേ നിങ്ങൾക്ക് ഇത് ചെയ്തു പോകുമ്പോ? ആകാശ് കൃഷ്ണ. പിന്നെ പറയണത് 1 ഔട്ടർ ആംഗിൾ. അപ്പൊ ഇത് ഇന്നർ. ഇനി ഔട്ടർ ആംഗിൾ എത്രയെന്ന് ചോദിച്ചാൽ ഹലോ, അതെ പറയൂ. പറയൂ. എന്താ? ഔട്ടർ ആംഗിൾ നമുക്ക് വന്നിട്ട് എത്ര വരും? സമഭുജ ത്രികോണത്തിന്റെ അകത്ത് 60 ആണെങ്കിൽ പുറത്ത് എത്രയാണ്? 120 അല്ലേ? 3 120 വീതം.
ഇനി അതേപോലെ ഇത് അകത്ത് 90 ആണെങ്കിൽ പുറത്ത് 90 വീതം, ഇത് അകത്ത് 108 ആണെങ്കിൽ പുറത്ത് എത്ര വീതം? 72 വീതം. ശരിയല്ലേ? കേൾക്കണ്ട? ഓക്കെ. ഓക്കെ, അപ്പോ ആ സെറ്റിൽ അവര് പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മളിപ്പോ ഇതാ ചെയ്ത് കഴിഞ്ഞു. ഇനി എന്താ ഉള്ളത് അതിൽ ബാക്കി? ഒന്നുമില്ലല്ലോ. ഉണ്ടാ? ആ സെറ്റിൽ വല്ലതും ഉണ്ടാ ഇനി പറഞ്ഞത് ഇതില്? ഞാൻ പറയൂ, നമുക്കിത് അവസാനിപ്പിക്കണം. നിങ്ങൾക്ക് ആദ്യം വശങ്ങൾ മാത്രം എഴുതുമ്പോൾ ഇത് സമാന്തര ശ്രേണിയിലാണോ അല്ലയോ? സമാന്തര ശ്രേണിയിലാണ്. ഇതെന്തത് നിങ്ങള് എന്താ നേരം വൈകണ? ഇപ്പൊ വൈകി വന്ന ആൾക്കാര് വൈകി വരല്ലേട്ടാ. എന്തേലും ഉണ്ടെങ്കിൽ പറയണം, മാഷോട് വിളിച്ച് പറയണം. നോക്കുക, അപ്പൊ ഇത് സമാന്തര ശ്രേണിയിലാണ്. നമുക്കപ്പൊ ഇതിനെ പറയാം, ഇത് അരിതമെറ്റിക് സീക്വൻസ് അഥവാ അരിതമെറ്റിക് പ്രോഗ്രഷൻ AP എന്ന് എഴുതാം. ഇത് സമാന്തര ശ്രേണിയിലല്ലേ? 150 വീതം കൂടി പോവല്ലേ? കാണാണ്ട അതിങ്ക ബോർഡ്? ഒരു മിനിറ്റ്. ഓക്കെ, ഇപ്പൊ കാണാല്ലേ? അപ്പൊ ഇത് സമാന്തര ശ്രേണിയാണ്. ഇത് 150 വീതം കൂടി പോവാണ്. അപ്പൊ ഇതും സമാന്തര ശ്രേണിയാണ്. ഇതോ 360 0 കൂട്ടി പോവുകയാണ്. അപ്പൊ ഇതും സമാന്തര ശ്രേണിയാണ്. ഇത് 60ന്റെ കൂടെ 30 കൂട്ടിയാൽ 90. പക്ഷെ 90ന്റെ കൂടെ 30 കൂട്ടിയാൽ 108 കിട്ടുമോ? ഇല്ല. അപ്പൊ ഇത് സമാന്തര ശ്രേണി അല്ല. അപ്പൊ ഇതല്ല. ഓക്കെ, ഇതും അതേപോലെ 120ൽ നിന്ന് 30 കുറച്ചാൽ 90. പക്ഷെ 90ന്ന് 30 കുറച്ചാൽ 60 ആണ്, 72 അല്ല. അപ്പൊ ഇതും എന്തല്ല? സമാന്തര ശ്രേണി അല്ല. ഓക്കെ, അപ്പൊ ഇനി അടുത്ത കണക്കിലേക്ക് കിടക്കട്ടെ. ഇത് ചെയ്യണ്ട, നിങ്ങള് കണ്ടവസാനിപ്പിച്ചാലോ? നമുക്ക് അത് മതിയില്ലേ? നോക്കുക, അതുപോലെ അടുത്ത് നോക്കിയേ. ലുക്ക് അറ്റ് ദീസ് ട്രയാങ്കിൾസ് മെയ്ഡ് വിത്ത് ഡോട്ട്സ്. ഹൗ മെനി ഡോട്ട്സ് ആർ ദർ ഇൻ ഈച്ച്? ഓരോന്നിനും എത്ര ഡോട്ട്സ് ഉണ്ട് എന്നാണ് ചോദ്യം. അപ്പൊ ഇത് ഞാൻ ബോർഡുമ്പോൾ ഇവിടെ ചെയ്യുന്നുണ്ട്, ശ്രദ്ധിക്കുക. ആദ്യത്തേതില് ആ ഡോട്ട്സ് ഒന്ന് എണ്ണി നോക്കൂ. എത്രയാ? ആദ്യത്തേല് ഡോട്ട്സ് 3 അല്ലേ? പിന്നത്തേല് എത്രയാ? 3 3 6 അല്ലേ? പിന്നത്തേല് എത്രയാ? 3 3 6 4 10 ആണ്. 10 അല്ലേ? ഓക്കെ, അപ്പോ നമ്പർ ഓഫ് ഡോട്ട്സ് നീഡഡ് ടു മേക്ക് എ ട്രയാങ്കിൾ, അത് അറ്റ്ലീസ്റ്റ് 3, പിന്നെ 6, പിന്നെ 10. ഇത് സമാന്തര ശ്രേണിയാണോ? അല്ല. ഓക്കെ, അപ്പൊ അതും കഴിഞ്ഞു കേട്ടാ. നമ്മൾ ഇങ്ങനെ പോവാണ് കേട്ടാ, വണ്ടി ഇങ്ങനെ പോവാണ്. പോട്ടെ. ഇനി റൈറ്റ് ഡൗൺ ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. നോക്കൂ, write down the sequence of natural numbers leaving remainder on division by 3 and the sequence of natural numbers leaving remainder 3 on division 3. അപ്പോ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എഴുതാണ്. ഇവര് പറഞ്ഞ പ്രകാരം ഞാനിവിടെ എഴുതാം. എങ്ങനെയാ പറഞ്ഞത്? സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ലീവിങ് റിമൈൻഡർ ഓൺ ഡിവിഷൻ ബൈ 3. അതായത് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടണം? 1 റിമൈൻഡർ ആയിട്ട് വരണം. അതായത് 3 കൊണ്ട് ഹരിക്കുമ്പോൾ 1 ശിഷ്ടമായിട്ട് വരണം.
അങ്ങനെ വരുന്ന നാച്ചുറൽ നമ്പേഴ്സ് എഴുതണം. പിന്നെ 2 ശിഷ്ടമായിട്ട് വരണം. അപ്പൊ 2 തരം സീക്വൻസ് ഇവിടെ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് എന്താണ്, നാച്ചുറൽ നമ്പേഴ്സ് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 റിമൈൻഡർ ആയിട്ട് വരണം. അപ്പൊ 3 കൊണ്ട് ഹരിക്കുമ്പോൾ 1 റിമൈൻഡർ ആകുന്ന ഒന്നാമത്തെ സംഖ്യ ഏതാണെന്ന് പറയാൻ പറ്റുമോ? 1. അടുത്ത സംഖ്യയോ? 4. പിന്നത്തെ 7. ഇത് കിട്ടാൻ ഒരു പ്രയാസവും ഇല്ല. 3 കൂട്ടി കൂട്ടി പോയാൽ മതി. 1ന്റെ കൂടെ 3 കൂട്ടിയാൽ 4, 4ന്റെ കൂടെ 3 കൂട്ടിയാൽ 7, അങ്ങനെ കൂട്ടി കൂട്ടി പോകും. പിന്നെ 2 റിമൈൻഡർ വരുന്ന ആദ്യത്തെ സംഖ്യ ഏതാ? 3 കൊണ്ട് ഹരിച്ചാൽ 2 റിമൈൻഡർ വരുന്ന ഏതാ? ആദ്യത്തെ സംഖ്യ 2. പിന്നെ അടുത്ത സംഖ്യ കിട്ടാൻ 3 ഇതിന്റെ കൂടെ കൂട്ടിയാൽ മതി, 5. പിന്നെ എത്രയാ? 8. ഇങ്ങനെ. ഓക്കെ, അപ്പൊ അതൊക്കെ ഇതൊന്ന് ജസ്റ്റ് പറഞ്ഞാണ്ട് പോവാണ് കേട്ടാ. ഇനി അടുത്ത സംഭവം നോക്കൂ. റൈറ്റ് ഡൗൺ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എൻഡിങ് ഇൻ 1 or 6 and describe it in 2 other ways. 1ഉം 6ഉം അവസാനമായിട്ട് വരുന്ന നമ്പേഴ്സ് എഴുതാനാ പറയണത്. 1ഉം 6ഉം അവസാനമായിട്ട് വരുന്ന എന്തെഴുതാൻ? നാച്ചുറൽ നമ്പേഴ്സ് എഴുതാൻ. നാച്ചുറൽ നമ്പേഴ്സ് പ്രത്യേകത, എഴുതുമ്പോൾ അതിന്റെ അവസാനത്തെ അക്കം ഒന്നുകിൽ 1 ആവണം, അല്ലെങ്കിൽ എന്താവണം? 6 ആവണം. അപ്പോ 1 കഴിഞ്ഞ പിന്നെ 6, പിന്നെ അടുത്ത എത്രയായിരിക്കും വരിക? 11. പിന്നെ അടുത്ത എത്ര വരിക? 16. അല്ലെ? എങ്ങനെ പോകും. ഇനി അതിലൊരു ചോദ്യം കൂടി ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഡിസ്ക്രൈബ് ഇറ്റ്, അല്ലെ? അതിന് പറഞ്ഞിരിക്കുന്നത് ഇതിനെ നമ്മളോട് അല്ലെ ഡിസ്ക്രൈബ് ഇറ്റ് ഇൻ 2 other ways, മറ്റു 2 വിധത്തിൽ ഇതിനെ വിവരിക്കാൻ പറയുന്നുണ്ട്. അതായത് ഇവിടെ നമുക്കൊരു ചോദ്യം തന്നു, ആ ചോദ്യത്തിനെ അതിന്റെ ഉത്തരം നമ്മൾ കണ്ടെത്തി. ഈ ഉത്തരത്തിന് 2 ചോദ്യം കൂടി നമ്മളോട് ഉണ്ടാക്കാനാ പറയണത്. അതായത് ഇവിടെ നമ്മളോട് ചോദ്യം ഉണ്ടാക്കാൻ അവരൊരു ചോദ്യം തന്നുള്ള എന്താ? അവസാനം വരുന്ന നമ്പർ 1ഉം 6ഉം മാറി മാറി വരണം. അവസാനം വരുന്ന നമ്പർ എന്താവണം? 1ഉം 6ഉം. അത് മാറി മാറി വരുന്ന നമ്പേഴ്സ് എഴുതി പോകാനാ പറയണത്. ഇനി പറയുന്നത് ഇത് മറ്റൊരു വിധത്തിൽ ഉത്തരം ഇത് തന്നെ കിട്ടണം, പക്ഷെ ചോദ്യം ഒന്ന് മാറ്റണം. എങ്ങനെ മാറ്റും? ഞാനൊരു ഉദാഹരണം പറയട്ടെ. പറയട്ടെ. 5 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 വരുന്ന സംഖ്യ ശരിയല്ലേ? ഇതിപ്പോ എ ചോദ്യത്തിന്റെ ഉത്തരം ഇത്, ബി ചോദ്യത്തിന്റെ ഉത്തരം 5 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം. 5 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 വരുന്ന ആദ്യത്തെ അല്ലെങ്കിൽ ഏറ്റവും ചെറിയ സംഖ്യ ഏതാ? ഏറ്റവും ആദ്യത്തെ സംഖ്യ ഏതാ? 1. നേരത്തെ 3ന്റെ കഥ പറഞ്ഞു ഇല്ലേ? 1. അപ്പോ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 വരുന്ന ആദ്യത്തെ നമ്പർ 1 ആണ്. അടുത്ത നമ്പർ അപ്പൊ എത്രയായിരിക്കും? 5 കൂട്ടിയാ പോരെ? 6. പിന്നെയോ? അപ്പോ ദ numbers which are getting when divided getting 1 അല്ലെ? which are getting remainder 1. ഇവിടെ ഒരു സാധനം കൂടി ചേർക്കാം. remainder 1 എപ്പോ? when divided by 5. ഓക്കെ, ചോദ്യം ഞാൻ ഒരെണ്ണം ഉണ്ടാക്കി. ഇനി നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? പറ്റില്ലേ? പറ്റില്ലെങ്കിൽ പറയണം, ഞാൻ ഒരെണ്ണം കൂടി ഉണ്ടാക്കും. ആരും പറയണില്ല. ഞാൻ ഒരു ചോദ്യം കൂടി ഉണ്ടാക്കുകയാണ് കേട്ടാ. ഒരു ചോദ്യം കൂടി ഉണ്ടാക്കുകയാണ്. അപ്പൊ ഇത് ബിയിൽ ഒന്നാമത്തെ, ബിയിൽ രണ്ടാമത്തെ ചോദ്യം ഞാൻ ഉണ്ടാക്കുക കേട്ടാ. ദ numbers which getting remainder 2 when divided by 4. 4 കൊണ്ട് ഹരിച്ചാൽ, അയ്യോ 4 കൊണ്ട് ഹരിച്ചാൽ അത് ശരിയാവില്ല. അതാകുമ്പോ നമ്മൾ 2 എഴുതേണ്ടി വരും. ആദ്യത്തെ നമ്പർ, ഒരു മിനിറ്റ്. അപ്പൊ ഇവിടെ ഒരു കാര്യം ചെയ്യാം. 5 കൊണ്ട് ഹരിച്ചാൽ 1 കിട്ടുന്നത് ഓക്കെ.
പൊതുവ്യത്യാസം 5 അപ്പോ എത്ര വരും? അതായത് write a sequence where common difference 5 which start from 1 അല്ലെ, അങ്ങനെ എഴുതാം. പിന്നെ വേറെ ഏതാ? അഞ്ച് പറഞ്ഞു നമ്മള്. 10 പറ്റില്ലേ? 10 ഇതേപോലെ പറഞ്ഞൂടെ? 10 കൊണ്ട് ഹരിക്കുമ്പോ ആ 1നെ ഹരിച്ചാൽ 10 കൊണ്ട് 1നെ ഹരിച്ചാൽ റിമൈൻഡർ 1, 6നെ ഹരിച്ചാൽ റിമൈൻഡർ 6, 11നെ ഹരിച്ചാൽ റിമൈൻഡർ 1, ശരിയല്ലേ? 16നെ ഹരിച്ചാൽ റിമൈൻഡർ 16. 10 കൊണ്ട് ഡിവൈഡ് ചെയ്തൂടെ? ഇതേപോലെ 5ന് പകരം. അപ്പൊ ഇതന്നെ ഞാൻ ഇതിന് സിമിലർ ആയിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഈ നോക്കണത്. അപ്പൊ അത് എഴുതാം നമുക്ക് അല്ലെ. ദ നമ്പർ വിച്ച് ഗെറ്റിംഗ് റിമൈൻഡർ 1 when divided by 10. 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 1 ആകുന്ന നമ്പേഴ്സ്. അപ്പൊ 1നെ നമ്മൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 1 ആണ്. 6നെ ഡിവൈഡ് ചെയ്താൽ 6 ആണ്. 11നെ ഡിവൈഡ് ചെയ്താൽ 1 ആണ്. 16നെ ഡിവൈഡ് ചെയ്താൽ 6 ആണ്. വീണ്ടും 21നെ ഡിവൈഡ് ചെയ്താൽ 1 ആണ്. 26നെ ഡിവൈഡ് ചെയ്താൽ 6 ആണ്. ഇനി 10 ഉപയോഗിച്ച സ്ഥിതിക്ക് നമുക്ക് 20ഉം പറ്റും 30ഉം പറ്റും ഒക്കെ പറ്റില്ലേ? മനസ്സിലായോ പറഞ്ഞത്? നമ്മൾ അതിനൊരു ഒരു ഒരു സൂത്രമാണ് നമ്മളിപ്പോ ഇവിടെ കണ്ടുപിടിച്ചത്. ഇതൊന്ന് എഴുതി വെക്കണ ഈ കണക്ക്. എഴുതി വെക്കണോ? പറയൂ, വേഗം പറയൂ. അതൊന്ന് എഴുതി വെക്കൂ കേട്ടാ. മലയാളികള് ഞാൻ എഴുതേണ്ട വിധം പറയാം. മലയാളികൾ ആ കണക്ക് പേജ് നമ്പറും കണക്കൂടാ കേട്ടാ. പേജ് നമ്പറും കണക്കും ശ്രദ്ധിക്കുക. മലയാളികൾ പേജ് നമ്പർ 11. 11ാമത്തെ പേജില് എത്രാമത്തെ കണക്കാ നമ്മൾ ചെയ്യണത്? 4ാമത്തെ കണക്ക് കേട്ടാ. അപ്പൊ അതിന്റെ ഉത്തരം എഴുതുക. ഉത്തരം ഇത് എഴുതുക. ഇത് എഴുതി കഴിഞ്ഞാ അപ്പൊ നമ്മള് എഴുതി മലയാളത്തില്. ഇതാ ഒന്നുകൂടി പറയാം. എന്താ? 5 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 കിട്ടുന്ന സംഖ്യകളുടെ ശ്രേണി, അതൊരു ഉത്തരം. രണ്ടാമത്തെ ഉത്തരം 10 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1ഓ 6ഓ കിട്ടുന്ന സംഖ്യകളുടെ ശ്രേണി. 1ഓ അല്ലെങ്കിൽ 6ഓ കിട്ടുന്ന സംഖ്യകളുടെ ശ്രേണി. ഓക്കെ, അടുത്തേക്ക് പോട്ടെ. നോക്കൂ, അടുത്ത ചോദ്യത്തിൽ പറയണത് എ ടാങ്ക് കണ്ടെയ്ൻസ് 1000 liters of water and it flows out at the rate of 5 liters per second. How much water is there in the tank after each second? ഓരോ സെക്കൻഡിലും ടാങ്കിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുന്നത് എത്രയാ? 5 ലിറ്റർ ആണ്. 5 ലിറ്റർ പുറത്തേക്ക് ഒഴുകുന്നത് 5 ലിറ്റർ ആണ്. അപ്പോ ഓരോ സെക്കൻഡിലും കേൾക്കണ്ട, ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ആൻഡ് ഫ്ലോസ് ഔട്ട് 5 liters per second. അപ്പൊ ഹൗ മച്ച് ലിറ്റർ ദർ ഇൻ ദ ടാങ്ക് ആഫ്റ്റർ ഈച്ച് സെക്കൻഡ്? ഓരോ സെക്കൻഡും കഴിഞ്ഞാൽ ആ ടാങ്കിൽ എത്ര വെള്ളം ഉണ്ടാകും എന്നാണ് ചോദ്യം. ഇതൊക്കെ നമ്മളിപ്പോ അരിതമെറ്റിക് സീക്വൻസ് പഠിച്ച കാരണം ഇതൊക്കെ പറയുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും ഇല്ലേ? ആശയം എന്താണെന്നുള്ളത് ഞാൻ വല്ലാണ്ട് പ്രയാസപ്പെടണ്ട, നിങ്ങൾക്ക് മനസ്സിലാവുണ്ട് ഇല്ലേ? അതാണ് നമ്മളിത് ഏറ്റവും അവസാനം കൊണ്ട് ആക്കിയത്. അപ്പോ 1000 ഒരു സെക്കൻഡ് കഴിഞ്ഞാൽ പിന്നെ എത്രയാ? 995. പിന്നത്തെ 990. പിന്നെ അല്ലെ, അങ്ങനെ അങ്ങനെ പോകും. കുറച്ച് കുത്തുകുത്തിട്ടാൽ മതി, അത്ര മതി. ഓക്കെ, ഇനി അടുത്തത് ഓൾജിബ്ര ഓഫ് സീക്വൻസ്. കണ്ട, ഇതാണ് നമുക്ക് നോക്കണം എന്ന് പറഞ്ഞിരുന്നു.
ഓൾജിബ്ര ഓഫ് സീക്വൻസ്. നോക്കല്ലേ, ഇതിനാണ് ഞാൻ ഈ ഭാഗം എടുക്കാന്ന് പറഞ്ഞു. ഓൾജിബ്ര നമ്മൾ അരിതമെറ്റിക് സീക്വൻസിന്റെ ഓൾജിബ്ര കണ്ടുപിടിക്കാൻ പഠിച്ചു കഴിഞ്ഞു. പക്ഷെ ഇവിടെ ഓൾജിബ്ര ഓഫ് സീക്വൻസ് എന്ന് പറയുന്നത് അരിതമെറ്റിക് സീക്വൻസ് അല്ല. അതായത് സമാന്തര ശ്രേണിയുടെ ബീജഗണിതം എന്നല്ല പറയണത്. എന്തിന്റെ ബീജഗണിതം? സീക്വൻസ് അഥവാ ശ്രേണിയുടെ ബീജഗണിതം. നോക്കൂ, ശ്രേണിയുടെ ബീജഗണിതം എഴുതാൻ പറഞ്ഞാൽ ഈ ഇവിടെ കണക്ക് തന്നിട്ടുണ്ട് 14ാമത്തെ പേജില്. നോക്ക് എന്തൊക്കെയാ പറഞ്ഞുള്ളത്. സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ്, ഒറ്റ സംഖ്യകളുടെ എന്താണ് ശ്രേണി. അപ്പൊ അതിന്റെ ബീജഗണിത രൂപം എഴുതണം. ഇത് നമുക്ക് ചെയ്യാട്ടോ. ഞാനിവിടെ ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യാം. അതായത് സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ എത്ര വരിക? ഒന്നാമത്തെ കണക്ക് പേജ് നമ്പർ എത്രയാ? 15. പേജ് 15 ഒന്നാമത്തെ കണക്ക് സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ്. ഓഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഒറ്റ സംഖ്യകള് 1, 3, 5 കുത്തുകുത്ത്. ഇതിന്റെ സീക്വൻസ് എഴുതുമ്പോൾ ഇതിപ്പോ നമുക്ക് പരീക്ഷയ്ക്ക് നിങ്ങളോട് ചോദിച്ചാൽ ഇത് കാണുമ്പോ തന്നെ അറിയാം നമുക്ക് സമാന്തര ശ്രേണിയാണ് അല്ലേ? ഇത് സമാന്തര ശ്രേണിയാണെന്ന് അറിയുന്ന ആള് വേറെ ഒന്നും ആലോചിക്കാൻ നിൽക്കണ്ട. നിങ്ങൾ എന്ത് ചെയ്യും? ഇതിന്റെ ആൾജിബ്രയ്ക്ക് ഫോം എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ xn ഈസ് ഈക്വൽ ടു എന്തെഴുതും? dn പ്ലസ് x1 മൈനസ് d. മനസ്സിലായില്ലേ? അതാണ് ഏറ്റവും എളുപ്പം. കാരണം പൊതുവ്യത്യാസം ഇവിടെ 2 ആണെന്ന് അറിയാം. 2n പ്ലസ് 1 മൈനസ് 2 സമയം 2n മൈനസ് 1. ശരിയല്ലേ? 1 കൊടുത്താൽ 1 2 2 1 കുറച്ചാൽ 1, 2 കൊടുത്താൽ 2 2 4 1 കുറച്ചാൽ 3, പിന്നെ 3 കൊടുത്താൽ 3 2 6 1 കുറച്ചാൽ 5. ശരിയല്ലേ? അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം. അടുത്ത കണക്ക്, അപ്പൊ ഈ കണക്ക് നിങ്ങൾ എഴുതിയെടുക്കുക. എന്നിട്ട് അടുത്ത കണക്ക് ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട്, ചെയ്യാം. ഓക്കെ, ശരിയല്ലേ? വേഗം പറയും നിങ്ങള്. സ്പീഡാവണ്ട. ചെയ്യും. ഇത് ചെയ്ത് കഴിഞ്ഞെങ്കിൽ നോക്കൂ, ദ സീക്വൻസ് നാച്ചുറൽ നമ്പേഴ്സ് എൻഡിങ് ഇൻ 1. അതാണ് ഇപ്പൊ നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞത്. എന്താ കിട്ടിയത്? 1, 11 അങ്ങനെയല്ലേ പോവാ? 1, 11 അങ്ങനെ പോകുമ്പോ എന്ത് കിട്ടി? 1, 11, അതായത് മൂന്നാമത്തെ കണക്ക്. പിന്നെ എത്രയാ? വീണ്ടും 21, പിന്നെ 31 അങ്ങനെയാണ്. അപ്പോ കോമൺ ഡിഫറൻസ് 10 ആണ് അല്ലേ? അപ്പൊ xn ഈസ് ഈക്വൽ ടു dn പ്ലസ് x1 മൈനസ് d, 10n പ്ലസ് 1 മൈനസ് 10, 10n മൈനസ് 9. ഇതാണ് വരെ ഉത്തരം അല്ലേ? ശരിയല്ലേ? ഒരു 10, 10 9 കുറച്ചാൽ 1, 2 10 20 9 കുറച്ചാൽ 11. ശരിയല്ലേ? ഇത് കിട്ടിയിണ്ടാ? ഓക്കെ, എങ്കിൽ ഇതാ അടുത്തത് നോക്കാം. എന്താ അടുത്തത്? ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എൻഡിങ് 1 or 6. നമ്മൾ നേരത്തെ എഴുതിയത് 1 or 6. കണ്ട, നേരത്തെ ഒരു ചോദ്യത്തിന്റെ ഉത്തരം ഇതായിരുന്നു. സോറി, ചോദ്യത്തിന്റെ ഉത്തരമല്ല, ചോദ്യം. അതൊന്ന് ചെയ്യൂ. ചോദ്യം എന്തായിരുന്നു? 1ലും 6ലും അവസാനിക്കുന്നത്. അപ്പൊ എങ്ങനെ വരും? നാലാമത്തെ 1, 6, 11, 16 ഇങ്ങനെ പോകും. അപ്പൊ കോമൺ ഡിഫറൻസ് 5 ആണ് അല്ലേ? അപ്പൊ xn ഈക്വൽ ടു dn പ്ലസ് x1 മൈനസ് d, അതായത് കോമൺ ഡിഫറൻസ് 5n പ്ലസ് 1 മൈനസ് 5, 5n മൈനസ് 4. ഇതാ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ശരിയായി. അത്
1 6 11 16 അങ്ങനെ. ഓക്കെ, എങ്കിൽ അടുത്ത പ്രോബ്ലം നോക്കൂ. For sequence or regular polygon starting with an equilateral triangle, write the algebraic expression for the sequence of the sum of inner angles, sum of outer angles, measure of an inner angle and measure of outer angle. നമ്മൾ നേരത്തെ ചെയ്ത സംഗതിയാണ്, നേരത്തെ പറഞ്ഞു പോവുകയാണ് ചെയ്തത്. നിങ്ങൾ മനസ്സിലാക്കി എന്ന് പറഞ്ഞു, അത് നമ്മൾ ഇനി ഒന്ന് ചെയ്യാൻ പോവാണ് കേട്ടോ. എന്താ പറഞ്ഞുള്ളത്? ഫോർ സീക്വൻസ് ഓഫ് റെഗുലർ പോളിഗൺ, അതായത് എല്ലാ വശങ്ങളും തുല്യമായിട്ടുള്ള ബഹുഭുജം, സമബഹുഭുജം. ആ സമബഹുഭുജത്തിന്റെ എന്താ എവിടുന്നാ തുടങ്ങുന്നത്? ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൽ നിന്നാണ്. സമഭുജ ത്രികോണത്തിൽ നിന്ന് തുടങ്ങുന്ന സമബഹുഭുജങ്ങൾ, ആ സമബഹുഭുജങ്ങളുടെ ഏതെല്ലാം അളവുകളാ? സം ഓഫ് ഇന്നർ ആംഗിൾ, ഉള്ളിലെ കോണുകളുടെ തുക. സം ഓഫ് ഔട്ടർ ആംഗിൾസ്, പുറത്തെ കോണുകളുടെ തുക. ആൻഡ് മെഷേഴ്സ് ഓഫ് ആൻ ഇന്നർ ആംഗിൾ, ഒരു ഉൾക്കോണിന്റെ തുക. മെഷർ ഓഫ് ആൻ ഔട്ടർ ആംഗിൾ, ഒരു പുറം കോണിന്റെ തുക. ഇതൊക്കെ എഴുതാനാ പറയണത്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് എഴുതാം. അതിൻ്റെയൊക്കെ എന്തെഴുതണം? നമ്മളോട് ആൾജിബ്രൈക്ക് ഫോം എഴുതണം. കേൾക്കണ്ട? അപ്പൊ അത് ഓരോന്നും നമുക്ക് ചെയ്യാം. ആദ്യം നോക്കൂ, 3 4 കാണില്ല അല്ലെ? നോക്ക 3 4 എത്രാമത്തെ കണക്കത്? രണ്ടാമത്തെയാ? രണ്ടാമത്തെ. 3 4 5 അങ്ങനെ പോകുന്നു. അപ്പൊ ഇതിന്റെ ആൾജിബ്രൈക്ക് ഫോം എഴുതുകയാണെങ്കിൽ എങ്ങനെ എഴുതും നമ്മള്? xn സമം dn എന്ന് പറയുമ്പോ 3 4 എന്ന് പറയുമ്പോ ഒന്നല്ലേ? ഒരു n പ്ലസ് 3 മൈനസ് 1 സമം n പ്ലസ് 2 ആണ് വരിക. ഓക്കെ, n പ്ലസ് 2. അതായത് ഒന്നാവുമ്പോ 1 പ്ലസ് 2 സമം 3, രണ്ടാവുമ്പോ 2 പ്ലസ് 2 സമം 4. ശരിയല്ലേ ഇത്? അപ്പൊ ഇതിലെ എ ചോദ്യത്തിന്റെ ഉത്തരം കഴിഞ്ഞു. ഇനി ബി ചോദ്യം എന്താ പറഞ്ഞുള്ളത്? ബി ചോദ്യം, റൈറ്റ് ആൾജിബ്രൈക്ക് ഫോർ ദ സം ഓഫ് ഇന്നർ ആംഗിൾസ്. ഇന്നർ ആംഗിൾസിന്റെ അല്ലെ എഴുതാനാ പറഞ്ഞത്? എക്സ്പ്രഷൻ ഓഫ് സം ഓഫ് ഇന്നർ ആംഗിൾ. സം ഓഫ് ഇന്നർ ആംഗിൾസ് എന്ന് പറയുമ്പോൾ 180, 360, 540. ഇത് നമ്മൾ എഴുതിയതാ നേരത്തെ അല്ലെ? 150 വീതം കൂടി പോയില്ലേ? 150 അല്ലേ കൂടി പോണത്? കറക്റ്റ് 180 വീതം കൂടി പോകുന്ന കാരണം ഒന്നും ആലോചിക്കാല്ലേ, നമ്മൾ എന്ത് ചെയ്യും? സമാന്തര ശ്രേണി അഥവാ അരിതമെറ്റിക് സീക്വൻസിന്റെ സൂത്രം നമ്മൾ ഇതിലും ചെയ്യും. അരിതമെറ്റിക് സീക്വൻസ് അതിന്റെ സൂത്രം, അതായത് ഇതേ സൂത്രം ചെയ്യും. xn എന്ന് പറയുന്നത് എന്താ? 180n പ്ലസ് 180 മൈനസ് 180 സമയം എത്രയാ? 180n. ഇതാണ് വരിക. ശരിയല്ലേ? ഇവിടുത്തെ ഇക്വേഷൻ ഒറ്റ ഇക്വേഷൻ ആണ്. xn ഈസ് ഈക്വൽ ടു dn പ്ലസ് x1 മൈനസ് d. ആ ഇക്വേഷനാണ് ഞാൻ ഇതിലൊക്കെ കൊടുത്തുള്ളത്. ഇനി സി കണക്ക് എന്താ പറഞ്ഞുള്ളേ? നോക്കൂ, ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ആൻഡ് സം ഓഫ് ഇന്നർ ആംഗിൾ. ഇനി സം ഓഫ് ഔട്ടർ ആംഗിൾ. സം ഓഫ് ഔട്ടർ ആംഗിൾ കാണാൻ പറയുമ്പോൾ ഔട്ടർ ആംഗിൾ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. എല്ലാത്തിന്റെയും ഔട്ടർ ആംഗിളിന്റെ സമ്മ്, പുറം കോണുകളുടെ തുക എന്ന് പറയുന്നത് 360, 360, 360 ഇങ്ങനെയാണ്. അപ്പൊ ഇതേ ഇക്വേഷൻ തന്നെ വിചാരിച്ചോ ചെയ്യുന്നു എന്ന്. അപ്പൊ എന്ത് വരും? പൊതുവ്യത്യാസം എന്ന് പറയുന്നത് 0n ആണ്. അപ്പൊ 0n പ്ലസ് ആദ്യ പദം 360, പൊതുവ്യത്യാസം 0. അപ്പോ 0n എന്ന് പറഞ്ഞാൽ എന്താ? 0. അതിന്റെ കൂടെ 360 അതിന് 0 കുറച്ചാൽ
അപ്പൊ 0ന്റെ കൂടെ 360 കൂട്ടിയാൽ 360, വീണ്ടും 0 കുറച്ചാൽ 360 തന്നെ. അപ്പോൾ ഇവിടെ വരുന്നത് n പോലും ഇല്ല. എത്രയാ? 360 കേട്ടാ. വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, 0n + 360 എന്ന് എഴുതാം. അല്ലെങ്കിൽ എന്ന് എഴുതാം, നമുക്ക് വെറുതെ 360 എന്ന് എഴുതിയാലും മതി. ഓക്കെ. ഇനി വീണ്ടും മെഷർ ഓഫ് ആൻ ഇന്നർ ആംഗിൾ. ഇനി ഒരു ഉൾക്കോണിന്റെ അളവ് എഴുതാനാണ് പറഞ്ഞത്. ഒരു ഉൾക്കോണിന്റെ അളവ് എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെയാണ് നോക്കുക, ശ്രദ്ധിക്കേണ്ടത്. ഒരു ഉൾക്കോണിന്റെ അളവ് ഇതില് 60 ഇതില് എത്രയാ 120 അല്ല, എത്ര 90. ഇതില് 5 കൊണ്ട് ഹരിക്കുമ്പോ എത്ര വരും? 360. 4 കൊണ്ട് ഹരിച്ചപ്പോ 90. 500 എത്ര? 108. അങ്ങനെയല്ലേ പോണത്? ആ. അപ്പൊ ഇവിടെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ നമ്മുടെ ഈ ഇക്വേഷൻ നടക്കില്ല. ഇത് സമാന്തര ശ്രേണിയാണോ? അല്ല. അപ്പൊ ഇത് സമാന്തര ശ്രേണി അല്ലാത്തത് കൊണ്ട് ഈ ഇക്വേഷൻ നമുക്ക് നടക്കില്ല. അപ്പൊ നമുക്ക് ഈ 160, 60, 90, 108 ഒക്കെ എങ്ങനെയാണ് കിട്ടിയത്? എങ്ങനെ കിട്ടിയത് നോക്കൂ. ഈ 180നെ 3 കൊണ്ട് ഹരിച്ചതാണ് 60 അല്ലേ? 360നെ 90 എന്താണ് 4 കൊണ്ട് ഹരിച്ചതാണ് 90 അല്ലേ? അതുപോലെ 540നെ n കൊണ്ട് ഹരിച്ചതാണ് എന്ത്? 108. അപ്പോ ഇവിടെ എന്താണ് ഇതിപ്പോ 1 × 180 അതിനെ 3 കൊണ്ട് ഹരിച്ചു. 3 എന്ന് പറയുന്നത് കണ്ട, ദാ ഈ കിടക്കുന്ന സാധനമാണ് 3. കണ്ട ഇതല്ലേ അല്ലേ? അതുപോലെ ഇവിടെ 4 കൊണ്ട് ഹരിച്ചു, ഇവിടെ 5 കൊണ്ട് ഹരിച്ചു, അങ്ങനെയല്ലേ? മുകളിൽ കിടക്കുന്ന സാധനം കണ്ട, 180നെ 3 കൊണ്ട് ഹരിച്ചു, 360നെ 4 കൊണ്ട് ഹരിച്ചു, 540നെ 5 കൊണ്ട് ഹരിച്ചു. നമ്പർ ഓഫ് സൈഡ്സ് ആണത്. എന്ന് വെച്ചാൽ ദാ ഈ ബി എന്ന് പറയുന്നതിന്റെ ആൾജിബ്രൈക്ക് ഫോം നമ്മൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. എത്രയാ? xn ആണ് ഇവിടെ വേണ്ടത്. നോക്കുക, അത് 180n ആണ്, ശരിയല്ലേ? അത് 180n ആണ്. ഇനി മുകളിൽ കിടക്കുന്ന ഈ 3 എന്ന് പറയുന്നത് 3, 4, 5 എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എന്താ സാധനം? അതും ഇവിടെ ആൾജിബ്രൈക്ക് ഫോമിൽ എഴുതിയിട്ടുണ്ട്. എത്രയാ? n+2. അപ്പൊ ശരിക്കും നമ്മള് 180n/n+2 എന്ന് എഴുതിയാൽ അതിന്റെ ആൾജിബ്രൈക്ക് ഫോമായി. ശരി, നോക്കിയേ. ഒരു 180, 180, 1 + 2 3. 3 കൊണ്ട് 180നെ ഹരിച്ചാൽ 60, ശരിയല്ലേ? ഞാൻ പറയണത് ശ്രദ്ധിച്ച് കേൾക്കണണ്ട. ബോർഡുമ്പോ ഞാൻ ഇത്രേ ചെയ്യണുള്ളൂ, ബാക്കിയൊക്കെ പറച്ചിലാണ്. അതുപോലെ 360നെ എത്ര കൊണ്ട് ഹരിച്ചു? 4 കൊണ്ട് ഹരിച്ചു. അപ്പൊ 4 എന്ന് പറയുന്നത് എന്താ? അതായത് 360 എങ്ങനെ കിട്ടി? 2 × 180, 360. അപ്പൊ /4 എന്ന് പറഞ്ഞാലും അത് 2 × 2, സോറി 2 + 2 4, ശരിയല്ലേ? ഇത് വെച്ച് ചെയ്ത് നോക്കുക. അതായത് ഇവിടെ 1 കൊടുത്താൽ ഈ 180 കിട്ടി. അതേ 1 ഇവിടെ കൊടുത്താൽ 1 + 2 3 കണ്ട, മുകളിലത്തെ 3 കിട്ടി. അതുപോലെ ഇവിടെ 2 കൊടുത്താൽ 2 180 ഈ 360 കിട്ടി. ആ 2 ഇവിടെ കൊടുത്താലോ 2 2 4 കണ്ട, അത് ഇവിടെ കിട്ടി. അതേപോലെ ഇവിടെ 3 കൊടുത്താൽ 3 × 180 540 അല്ലേ? അത് /3 + 2 എത്ര? 5, ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത കണക്ക് ഞാൻ നിങ്ങൾക്ക് വിട്ടു തരികയാണ്, നിങ്ങൾ ചെയ്യൂ. അതായത് ഒരു ഔട്ടർ ആംഗിളിനെ അതിന്റെ നമ്പർ ഓഫ് സൈഡ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ, അതായത് സോറി ഓരോ ഔട്ടർ ആംഗിളും കാണാനുള്ളത്, ഓരോ ഔട്ടർ ആംഗിളും അതിന്റെ ഇക്വേഷൻ എന്താണെന്ന് നിങ്ങൾ എഴുതാം. കിട്ടുന്ന ആൾക്കാരുണ്ടാവും, ഇതിൽ കിട്ടാത്ത ആൾക്കാരുണ്ടാവും. 2 കൂട്ടർ ശ്രമിച്ചു നോക്കുക കേട്ടാ. കിട്ടിയാലും കൊള്ളാം, കിട്ടിയില്ലെങ്കിലും കൊള്ളാം, ചെയ്യാം. ഓക്കെ. ഇതിൽ അവസാനത്തെ സീക്വൻസ് പറഞ്ഞിരിക്കുന്നത് ഓരോ പോളിഗൺ അഥവാ ബഹുഭുജത്തിന്റെയും ഔട്ടർ ആംഗിൾ എത്ര വീതം എന്നാണ്. ഔട്ടർ ആംഗിൾ നേരത്തെ എഴുതിയതാണ്. 360നെ 3 കൊണ്ട് ഹരിച്ചാൽ എത്രയാ? ഒരു ഔട്ടർ ആംഗിള് 360 120, ശരിയല്ലേ? പിന്നത്തത് 4 കൊണ്ട് ഹരിച്ചാൽ 90,
പിന്നത്തത് 5 കൊണ്ട് ഹരിച്ചാൽ എത്ര? 72. ശരിയല്ലേ? നമ്മൾ നേരത്തെ പറയുമ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു തോന്നുന്നുണ്ട് അല്ലേ? ഔട്ടർ ഉള്ളിലത്തെ ആംഗിൾ 60 ആയാൽ പുറത്തെ ആംഗിൾ 120 അല്ലേ? പിന്നെ ഉള്ളിലത്തെ ആംഗിൾ 90 ആയാൽ പുറത്തെ ആംഗിൾ 90 അല്ലേ? ഇങ്ങനെയല്ലേ പറഞ്ഞ ഞാൻ നേരത്തെ? ഉള്ളിലത്തെ ആംഗിൾ 108 ആയാൽ പുറത്തെ ആംഗിൾ എത്ര? 72. ഇങ്ങനെയല്ലേ പറഞ്ഞ? ഇങ്ങനെയാ പറഞ്ഞ. ഇത് രണ്ട് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഒന്നുകിൽ ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇതാ ഇങ്ങനെ ചെയ്യാം. എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ചെയ്യായിരിക്കും നല്ലത്. ഇതിനെക്കാട്ടി നല്ലത് ഇതേ നോക്കൂ, ഈ 360നെയാണ് നമ്മളിപ്പോ ഈ ചെയ്തു വെച്ചുള്ളത്. 360 ഒക്കെ കൂടി കൂട്ടിയുള്ളത്. 360നെ പുറത്തെ കോൺ കിട്ടാൻ എണ്ണം കൊണ്ട് ഹരിച്ചാൽ മതി. പുറത്തെ കോണുകൾ എത്ര എണ്ണം? 3 എണ്ണം. 3 കൊണ്ട് ഹരിച്ചാൽ 120, 4 കൊണ്ട് ഹരിച്ചാൽ 90, 5 കൊണ്ട് ഹരിച്ചാൽ 72. കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് അല്ലേ? അപ്പൊ അതന്നെ ചെയ്താൽ മതി. അപ്പൊ അത് ചെയ്യുമ്പോൾ നോക്കൂ, അതാവുമ്പോ നമുക്ക് ഇക്വേഷൻ എടുക്കാൻ ബുദ്ധിമുട്ടില്ല. xn എഴുതി 120ഉം 90ഉം 72ഉം എങ്ങനെ കിട്ടുന്നു, അതാണ് ഇവിടുത്തെ വിഷയം. 120ഉം 90ഉം എന്ന് വെച്ചാൽ 360നെയാണ് നമ്മൾ ചെയ്യണത്. അപ്പൊ അതവിടെ നമുക്ക് n ഒന്നും ഇല്ല, വെറും 360 അല്ലേ? ഇനി ബൈ അതിനെന്ത് ചെയ്തു? 3 കൊണ്ട് 4 കൊണ്ട് 5 കൊണ്ടൊക്കെ ഹരിച്ചു എന്ന് വെച്ചാൽ ഏതുകൊണ്ട് ഹരിച്ചു? n+2 കൊണ്ട് ഹരിച്ചു. കണ്ടാ? ഇതാണോ നിങ്ങൾക്ക് കിട്ടിയ ഉത്തരം? അപ്പൊ ഈ രണ്ട് സംഭവങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച, ഇത് രണ്ടും എന്തല്ല? സമാന്തര ശ്രേണിയല്ല. ഞാനൊരു റിമെമ്പർ നിങ്ങൾക്ക് ഇവിടെ എഴുതി തരാൻ പോവാണ്. കേൾക്കണ്ട? ഈ രണ്ട് ശ്രേണി ശ്രദ്ധിക്കുക. ഇത് രണ്ടും എന്തല്ല? അരിതമെറ്റിക് സീക്വൻസ് ആണോ? അല്ല. കൃത്യമായിട്ടൊരു നമ്പർ ആഡ് ചെയ്യപ്പെടുന്നില്ല. അതുകൊണ്ട് അത് ശരിക്കും പറഞ്ഞാൽ അരിതമെറ്റിക് സീക്വൻസ് അല്ല. അപ്പൊ അരിതമെറ്റിക് സീക്വൻസ് അല്ലാത്തതിന്റെ ആൾജിബ്രൈക്ക് ഫോമാണ് നമ്മളിപ്പോൾ എഴുതിയത്. കേൾക്കണ്ട? അരിതമെറ്റിക് സീക്വൻസ് അല്ലാത്തതിന്റെ ആൾജിബ്രൈക്ക് ഫോം. അപ്പൊ അരിതമെറ്റിക് സീക്വൻസ് അല്ലാത്തതിന്റെ ആൾജിബ്രൈക്ക് ഫോം എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, അവിടെ എന്താണ്, എങ്ങനെയാണ് നമ്മൾ എഴുതിയെന്ന് ചോദിച്ചാൽ അതിനെ ആൾജിബ്രൈക്ക് ഫോമിൽ അരിതമെറ്റിക് സീക്വൻസിന്റെ മോഡലിലേക്ക് ആക്കിയിട്ട്, രണ്ട് അരിതമെറ്റിക് സീക്വൻസുകൾ ആക്കിയിട്ട് ഒരു അരിതമെറ്റിക് സീക്വൻസിനെ മറ്റതുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന പോലെയൊക്കെ ആക്കിയിട്ടാണ് ഇപ്പൊ ചെയ്തത് അല്ലേ? ശരിയല്ലേ? അതാണ്, അങ്ങനെ ആ രീതി നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനത്തെ ഇക്വേഷൻ എഴുതാൻ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ അതാണ് ഇതിൽ നമ്മൾ പഠിക്കണം. ഇനി ഇത് അരിതമെറ്റിക് സീക്വൻസ് അല്ല. ഇതിൽ രണ്ടിനും പൊതുവായൊരു പ്രത്യേകത ഉണ്ട്. രണ്ടിനും നോക്കിയേ, n എന്ന് പറയുന്നത് ദാ ബൈ ഇട്ടിട്ട് അടിയിൽ വന്ന് ഇറക്കണം. കണ്ടാ? ബാക്കിയുള്ളതിലൊക്കെ n മുകളിലാണ് വന്നിരിക്കുന്നത്. കണ്ടാ? ബൈ ഇട്ടിട്ട് അടിയിൽ വന്നിട്ടില്ല. അപ്പൊ ബൈ ഇട്ടിട്ട് അടിയിൽ വരുന്ന ഒരു ആൾജിബ്രൈക്ക് ഫോം തന്നാൽ അത് അരിതമെറ്റിക് സീക്വൻസിന്റെ എന്തല്ല? ടേം അല്ല, ആൾജിബ്രൈക്ക് ഫോം അല്ല. കേട്ടാ? n എന്ന് പറയുന്നത് ഒരു ഡിവൈഡഡ് ബൈയുടെ അടിയിലാണെങ്കിൽ, അതേപോലെ n-ന്റെ റൈസ് ടു എന്ന് പറയുന്നത് 1നേക്കാൾ കൂടുതലായ, ചുരുക്കം പറഞ്ഞാൽ n-ന്റെ പവർ എന്തായിരിക്കണം? എല്ലായ്പ്പോഴും പോസിറ്റീവ് 1 ആണെങ്കിൽ മാത്രമേ അത് എന്തായിരിക്കുള്ളൂ? ഒരു അരിതമെറ്റിക് സീക്വൻസ് ആവുള്ളൂ. മനസ്സിലാവാത്ത ആൾക്കാർക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടി പറയാം. 3n+2 ഇത് ഒരു ആൾജിബ്രൈക്ക് ഫോം, അരിതമെറ്റിക് സീക്വൻസിന്റെ ആൾജിബ്രൈക്ക് ഫോം ആണോ എന്ന് ചോദിച്ചാൽ അതെ. അതായത് ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപമാണോ ഇത്? ആരെങ്കിലും ചോദിക്കുകയാണ്. അപ്പൊ നമ്മൾ ധൈര്യമായിട്ട് പറയും അതെ. നേരെ മറിച്ച് 3n-ന്റെ മീതെ ഒരു സ്ക്വയർ വന്നു എന്നിട്ട് +2 ഇട്ടാൽ ഇത് അല്ല. 3n-ന്റെ മീതെ ഒരു 3 വന്നു എന്നിട്ട് 2 ഇട്ടാലോ? അതും അല്ല. ഇനി 3n-ന്റെ മീതെ -1 എന്ന് വന്നു എന്നിട്ട് 2 ഇട്ടാലോ? അതും അല്ല. ഇനി 3n റൈസ് ടു -1 ഇങ്ങനെ എഴുതുന്നതിന് പകരം 3/n+2 ഇങ്ങനെ എഴുതാം. ഇത് തന്നെയാണിത്. അപ്പൊ ഇതും എന്തല്ല? അരിതമെറ്റിക് സീക്വൻസ് അല്ല. അതിന്റെ അർത്ഥം അരിതമെറ്റിക് സീക്വൻസ് ആകുന്ന ആൾജിബ്രൈക്ക് ഫോമില് n-ന്റെ പവർ എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും പോസിറ്റീവ് 1 ആയി. അതാണ്, അത് മനസ്സിലുണ്ടാവണം കേട്ടാ. ആൾജിബ്രൈക്ക് ഫോം കേട്ടാ. ആൾജിബ്രൈക്ക് ഫോം എന്ന് പറഞ്ഞാൽ എന്താ സാധനം? xn നോട്ട് SN അല്ലാട്ടാ. SN എന്ന് പറഞ്ഞാൽ അത് സമ്മാണ്. മനസ്സിലായില്ലേ? SN എന്ന് പറഞ്ഞാൽ അത് സമ്മാണ്. നമുക്ക് വേണ്ടത് എന്താ? xn. നമ്മൾ പറയുന്നത് xn-നെ കുറിച്ചിട്ടാണ്. അപ്പൊ ഇതും കൂടി എഴുതിയിട്ട് നമ്മൾ അവസാനിപ്പിക്കുകയാണ് കേട്ടാ. എന്താ?
ഇനി ഒരു കണക്കുണ്ട് അവിടെ, മൂന്നാമത്തെ കണക്ക്. അത് നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പോൾ അതോട് കൂടിയിട്ട് നമ്മുടെ പാഠം കഴിഞ്ഞു. ഓക്കെ, ബാക്കിയുള്ളതൊക്കെ നമ്മൾ ചെയ്തതാണ്. പിന്നെ അതിൽ 1-2 കണക്ക് ഇടയിലത്തുണ്ട്, അത് ഞാൻ ചെയ്തുതരാം, അടുത്ത ക്ലാസ്സിലും കൂടി ചെയ്തുതരാം. എന്നിട്ട് പുതിയ പാഠം നമുക്ക് തുടങ്ങും അടുത്ത ക്ലാസ്സിൽ കേട്ടോ. ഒരു എന്താണ്, ഞങ്ങളും ഞങ്ങളോളവും എന്ന് പറയുന്ന ഒരു പക്ഷിയുടെ കണക്കുണ്ട്, അത് വിട്ടിട്ടുണ്ട്. അതുകൂടാതെ ഒരു ആൽജിബ്രയ്ക്ക് ക്വസ്റ്റ്യൻ ഇവിടെ തന്നിട്ടുണ്ട്, 5ാമത്തെ കണക്ക്, അതും ഉണ്ട്. അത് അടുത്ത ക്ലാസ്സിൽ ഞാൻ ചെയ്തുതരാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ ഒരു റിമെമ്പർ എഴുതാ, എന്താ എഴുതിക്കോളൂ, റിമെമ്പർ. എന്താ റിമെമ്പർ എത്രാമത്തെ ഞാൻ നമ്പർ ഇടാം കേട്ടോ. ദി പവർ ഓഫ് n അല്ലെങ്കിൽ in the algebraic form of an arithmetic sequence. Arithmetic sequence, the power of x is always +1. മലയാളികൾക്ക് വേണ്ടി പറയട്ടെ, ഞാൻ എഴുതാം. അതായത് ഒരു സമാന്തര ശ്രേണിയുടെ, എഴുതിക്കോളൂ, പറഞ്ഞാ പോരെ, ഒരു സമാന്തര ശ്രേണിയുടെ എഴുതിയാ ബീജഗണിത രൂപത്തിൽ എഴുതിയാ ബീജഗണിത രൂപത്തിൽ എന്നിന്റെ കൃതി +1 ആയിരിക്കും. എന്നിന്റെ കൃതി +1 ആയിരിക്കും. ഓക്കെ, ഇനി നിങ്ങൾ വേഗം ലീവ് ചെയ്യുക. ക്ലാസ് ഇനി ഇല്ലാത്ത ആൾക്കാർക്ക് വേണമെങ്കിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ക്ലാസ് ഉള്ള ആൾക്കാർ നിൽക്കണ്ട. ക്ലാസ്സുള്ള ആൾക്കാർ ആ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് മാഷ രാത്രി വിളിച്ചാൽ മതി, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ.